രാജനഗരിയായ തൃപ്പൂണിത്തുറയിൽ ഇത്തവണ മത്സരം തീപാറും. ഡിവൈഎഫ്ഐ നേതാവ് എം സ്വരാജിനെ കളത്തിലിറക്കിയാണ് ഇടതുമുന്നണി മണ്ഡലം പിടിക്കാൻ നോക്കുന്നത്. അതേസമയം തൃപ്പൂണിത്തുറയ്ക്ക് പുറത്ത് തനിക്ക് പ്രസക്തിയില്ലെന്നും പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിച്ച് മിന്നുന്ന വിജയം നേടുമെന്നും ബാബു റിപ്പോർട്ടറോട് പറഞ്ഞു. 1965 തൃപ്പൂണിത്തുറ മണ്ഡലം രൂപീകരിക്കുന്നത്. 5 തവണ LDF-നെയും 6 തവണ UDF-നെയും തുണച്ച ചരിത്രമാണ് തൃപ്പൂണിത്തുറയ്ക്കുള്ളത്. CPI-എമ്മിലെ TK രാമകൃഷ്ണനാണ് മണ്ഡലത്തിലെ ആദ്യ പ്രതിനിധി. ഇടതുകോട്ടയായിരുന്ന തൃപ്പൂണിത്തുറയിൽ 1991 CPI-എമ്മിലെ മുതിർന്ന നേതാവ് MM ലോറൻസിനെ 4495 വോട്ടിന് പരാജയപ്പെടുത്തിക്കൊണ്ട് K ബാബു വിജയത്തിന് തുടക്കം കുറിച്ചു. തുടർന്ന് 96, 2001, 2006, 2011 എന്നീ വർഷങ്ങളിൽ ബാബുവിന് മിന്നുന്ന വിജയം. എന്നാൽ ബാർകോഡ് ആരോപണം വന്നതോടെ 6ാം തവണ K ബാബുവിനെ തൃപ്പൂണിത്തുറയിൽ UDF പരിഗണിക്കുമോ എന്ന കാര്യം സംശയത്തിലാണ്. തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിന് പുറത്ത് എനിക്കെന്ത് പ്രസക്തിയുള്ളത്? ഞാനൊരു സംസ്ഥാന നേതാവൊന്നുമല്ല, അങ്ങനെയുള്ള ധാരണ എനിക്കില്ല. തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടാൽ തീരുമാനിച്ചാൽ മത്സരിക്കും, ഉറപ്പായിട്ടും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്യും. LDF സ്ഥാനാർത്ഥിയായി DYFI നേതാവ് എം സ്വരാജ് എത്തിയതോടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് CPM. സ്വരാജിന് മർദ്ദനമേൽക്ക് സാധ്യതയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അഴിമതിക്കെതിരായുള്ള പോരാട്ടത്തിൽ അഴിമതി വിരുദ്ധ സമരത്തിൻ്റെ നായകൻ തന്നെ മത്സരിക്കണമെന്നുള്ള ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തിൻ്റെ കാഴ്ചപ്പാട് ആവേശത്തോടെയാണ് തൃപ്പൂണിത്തുറയിലെ വോട്ടർമാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരും ഏറ്റെടുത്തിട്ടുള്ളത്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം കരുത്തുകാട്ടി തൃപ്പൂണിത്തുറ ഒരു ത്രികോണ മത്സരത്തിന് വേദിയാക്കാനാണ് BJP ശ്രമിക്കുന്നത്. പതിവിൽ നിന്നും വ്യത്യസ്തമായി തൃപ്പൂണിത്തുറ ഇത്തവണ ത്രികോണ മത്സരത്തിനായിരിക്കും വേദിയാവുക. എന്നാൽ എന്തു വില കൊടുത്തും തൃപ്പൂണിത്തുറയിൽ വിജയിക്കുമെന്ന വാശിയിലാണ് LDF-ഉം UDF-ഉം. ക്യാമറമാൻ അഭിലാഷ് കേസിനോടൊപ്പം സഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി.